കുഞ്ഞുകൊണ്ട് ഇവിടെ ആയിരുന്നു നടന്നത്. ഇവിടെ കിടക്കുമായിരുന്നു. പൊക്കിയെടുത്തപ്പോ ദേഹം മൊത്തം ഭയങ്കര മുറിവായിരുന്നു. ഇവര് വിചാരിച്ചത് കോഴിയെ പിടിച്ചോണ്ട് പോവാന്ന്, 3-4 പട്ടിയെ ആക്രമിച്ച് കോഴിയെ പിടിച്ച് പൊക്കിക്കൊണ്ട് പോവാന്ന് ഇവര് വിചാരിച്ചത്. കുഞ്ഞിനെ കടിച്ചു പിടിച്ച് 2 പട്ടി കടിച്ചു പിടിച്ചാണ് അങ്ങോട്ട് കൊണ്ടിട്ടത്. ചോര ഒലിപ്പിച്ച ഒരു കുഞ്ഞിനെ ആ ഓടയിലോട്ട് കൊണ്ടിട്ട്, ആ ഓടയ്ക്കകത്താണെങ്കിൽ മുള്ളുവേലി ഉൾപ്പെടെയാണ് ഓടയിലോട്ട് കുഞ്ഞിനെ ഇട്ടിട്ട് പട്ടി പോയത്. ഇവര് വിചാരിച്ചത് കോഴിയെ പിടിച്ചോണ്ട് പോവാന്ന്, 3-4 പട്ടിയെ ആക്രമിച്ച് കോഴിയെ പിടിച്ച് പൊക്കിക്കൊണ്ട് പോവാന്ന് ഇവര് വിചാരിച്ചത്. കുഞ്ഞിന്റെ വെന്നെല്ലാം തൂക്കി പിടിച്ചോണ്ട് പോയെന്ന്. അന്നേരം പോത്തിനെ കെട്ടാൻ വന്ന കുട്ടി പറഞ്ഞത് കോഴിയാ കൊണ്ടുപോയേക്കുന്നതെന്ന്. കോഴിയാന്ന് പറഞ്ഞ് നോക്കുമ്പോഴാ ഓടയിൽ കുഞ്ഞ് കിടക്കുന്ന കാണുന്ന. അവര് കണ്ടില്ലാതെങ്കിൽ അങ്ങനെ കിടന്ന് ബാക്കി വലിച്ചു പറിച്ച് കീറി തിന്നേനെ. അത് 5-6 പട്ടി ഒന്നിച്ചാ വരുന്നത്. പട്ടി കുഞ്ഞിനെ അവരുടെ വീടിന്റെ കുറച്ച് ഫ്രണ്ടിൽ വെച്ച് പട്ടി കടിച്ചു കുഞ്ഞിനെ അവിടുന്ന് വലിച്ച് കൊണ്ടുവന്ന് തോട്ടിലിട്ടെന്നായിരുന്നു പറഞ്ഞു. അപ്പൊ ഇവിടെ ആരുമില്ല, ഈ പ്രദേശത്തുള്ളവരെല്ലാം തൊഴിലുറപ്പിന് പോയേക്കുമായിരുന്നു. അപ്പൊ ഇവിടെ ആരുമില്ലായിരുന്നു. 1-2 പേര്, താഴെ ഒരു മോനാണെങ്കിൽ പോത്തിനെ കെട്ടാൻ നിന്നത്, ഇവിടുത്തെ അണ്ണനുമായി ഇവിടെ നിന്നത്. അവർ 2 പേരും ഓടിപ്പോയിട്ട് എടുത്തോണം. അപ്പോഴത്തേക്ക് മേലിൽ നിന്ന് അച്ചായനും ബാക്കിയുള്ളവരും എല്ലാരും കൂടെ വന്ന് കുഞ്ഞിനെ എടുത്ത് കുളിപ്പിച്ചപ്പോൾ ഞാൻ സൗണ്ട് കേട്ടോണ്ട് വന്ന് നോക്കിയപ്പോഴായിരുന്നു ഇതുവരെ കുറെ പട്ടികൾ ഇവിടെ കൂട്ടം കൂടി ഇരിക്കുമായിരുന്നു. ഭയങ്കര സൗണ്ട് ആയിരുന്നു. അവർ അമ്മ വാ വെച്ചായിരുന്നു. നോക്കിയപ്പോ കുഞ്ഞ് ഓടെ കിടക്കുന്നു. പൊക്കിയെടുത്ത് കഴിഞ്ഞപ്പോ ദേഹം മൊത്തം, കുഞ്ഞുകൊണ്ട് ഇവിടെ ആയിരുന്നു നടന്നത്. ഇവിടെ കിടക്കുമായിരുന്നു. പൊക്കിയെടുത്തപ്പോ ദേഹം മൊത്തം ഭയങ്കര മുറിവായിരുന്നു. അങ്ങനെ പട്ടി ഒരു പട്ടിക്ക് ഒരു ഏറ് കൊടുത്തു. പിന്നെ മാന്തിയ പാട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ദേഹത്തെ കഴുത്തിന്റെ ഇവിടെ, തലയില് എല്ലാം മുറിവ്. ദേഹം പട്ടികളെല്ലാം കൂടെ കടിച്ചു വലിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടിട്ടായിരുന്നു. കണ്ടില്ല, ഓടെ കിടക്കുന്ന മാത്രമേ ഞാൻ കണ്ടുള്ളൂ. കൊച്ചു കുഞ്ഞാ, 1.5 വയസ്സേ ഉള്ളു. ആ കുഞ്ഞിനെ എടുത്ത് ഓടയിലിട്ട്. ഓടെ വീണതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അന്നേരം പട്ടിയെല്ലാം ഇവിടെ കൂട്ടം കൂടി ഇരിക്കുമായിരുന്നു. ഒരു പട്ടി അങ്ങോട്ട് ഓടി വന്നപ്പോൾ ഒരു പട്ടിക്ക് ഒരു ഏറ് കൊടുത്തു. കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞപ്പോൾ ദേഹം മൊത്തം മുറിവുകളായിരുന്നു. ബാന്തിയ പാടും ഒക്കെ ആയിരുന്നു. അല്ല, ഞാൻ വന്നപ്പോൾ കുഞ്ഞ് ഓടയിലായിരുന്നു. താഴെ കിടക്കുമായിരുന്നു. പട്ടികളെല്ലാം, പട്ടി പോകുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു. കുഞ്ഞിനെ എടുത്തിട്ടും പട്ടി ഇവിടെ ഇരിക്കുമായിരുന്നു. ഇല്ലല്ല, എന്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് ഒരു ഏറ് കൊടുത്തു. പിന്നെ എല്ലാം കൊണ്ട് ചാടിക്കയറുമായിരുന്നു. കുഞ്ഞിനെ കടിച്ചു പിടിച്ച് 2 പട്ടി കടിച്ചു പിടിച്ചാണ് അങ്ങോട്ട് കൊണ്ടിട്ടത്. വല്ലാത്ത അവസ്ഥയായി പോയി. ഒരുപാട് പട്ടികളുണ്ടായിരുന്നു. 4-5 പട്ടി ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ഇവിടെ പട്ടിയുടെ ശല്യം അധികമാണ്. കണ്ട സമയത്ത് കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. കുട്ടിയുടെ അമ്മയും നല്ല വിഷമത്തിലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മയുടെ അലർച്ച കേട്ടോണ്ടാണ് നാട്ടുകാരെല്ലാം എത്തിയത്. അപ്പോഴത്തേക്ക് കുട്ടി ഓടയിലായിരുന്നു. അത് അലർക്കം കേട്ടുകൊണ്ടാണ് ഇപ്പം നാട്ടുകാരിറങ്ങിയാണ് ആ പട്ടിയെ ഓടിച്ചതും. പിന്നെ ഈ കുഞ്ഞിനെ ഇത്രയും ഇതിൽ രക്ഷപ്പെടുത്താൻ പറ്റിയത്. ഇല്ലെങ്കിൽ കാട്, 4 വശവും കാടാണ്. അപ്പൊ ഈ കാട്ടിൽ കൊണ്ടുപോയി കുഞ്ഞിനെ പിച്ച് ചീന്തിയിരുന്നെങ്കിൽ ഒരു മനുഷ്യനും കാണാനും അറിയത്തില്ല ഈ കുഞ്ഞിനെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. മുകളിൽ മൊത്തം കാടാണ്. അപ്പൊ ചെറിയ കുഞ്ഞല്ലേ, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞല്ലേ. ഒരു പട്ടിക്ക് വലിച്ചുകൊണ്ട് പോകാനുള്ളതല്ലേ ഉള്ളു കുഞ്ഞ്. ഏകദേശം ഒരു 9 കിലോ 10 കിലോയ്ക്ക് എത്തല്ലേ ഉണ്ടാവത്തുള്ളൂ. അത് ചെറിയൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ വലിച്ചു. പിന്നെ ഇത് മാത്രമല്ല, നമ്മളിപ്പോ ഒരു പട്ടി കടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു 10 മിനിറ്റോളം വെള്ളം ഒഴിച്ച് സോപ്പിട്ട് കഴുകണം. അപ്പൊ അതിന്റെ വേദന ആ ഒരു കുഞ്ഞ് എന്ത് അനുഭവിച്ചിട്ടുണ്ടാവും. 10-15 മിനിറ്റ് കുഞ്ഞിനെ കഴുകിട്ടെ, എവിടെയെന്ന് വെച്ച് കഴുകാനാണ്. കാരണം മൊത്തത്തിൽ മുറിവാണ്. തല ഉൾപ്പെടെ കാൽപാദം വരെ മുറിവാണ്, ഭയങ്കര മുറിവാണ്. കാരണം ചോര ഒലിപ്പിച്ച ഒരു കുഞ്ഞിനെ ആ ഓടയിലോട്ട് കൊണ്ടിട്ട്, ആ ഓടയ്ക്കകത്താണെങ്കിൽ മുള്ളുവേലി ഉൾപ്പെടെയാണ് ഓടയിലോട്ട് കുഞ്ഞിനെ ഇട്ടിട്ട് പട്ടി പോയത്. കാരണം അവിടെ മേളത്തെ ഒരു പയ്യനാണ് വന്ന് ആ കുഞ്ഞിനെ വാരി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മളിപ്പോ കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിലടച്ചു പൂട്ടിയിട്ട് വളർത്തേണ്ടുന്ന ഒരു ഗതികേടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും എല്ലാ അമ്മമാരും, നമ്മുടെ വീട്ടുകാരെല്ലാം നമ്മുടെ ചെറിയ കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതാണ് നമുക്കിനി ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ കഴിഞ്ഞ മാസം തന്നെ ആളുകൾ നമ്മളോട് ഇത് സംബന്ധിച്ചുള്ള പരാതികൾ സൂചിപ്പിച്ചിരുന്നു. ഈ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി രേഖാമൂലം കത്ത് കൊടുത്തിരുന്നു. ഇങ്ങനെ പട്ടിശല്യമുണ്ട്, ഇവിടെ പള്ളിയിൽ പോകുന്ന വണ്ടശമുക്കിലെ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ പോകുന്ന കുട്ടികൾക്ക് പട്ടിശല്യം കാരണം പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന രീതിയിൽ ആളുകൾ പരാതികളുടെ അടിസ്ഥാനത്തിൽ രേഖാമൂലം കത്ത് കൊടുത്തിരുന്നു. ഈ കത്ത് പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്തു. പക്ഷെ പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ തന്നെ അതൊരു സുപ്രീം കോടതി വിധിയുണ്ട്, അത് പഠിക്കട്ടെ, അത് പഠിച്ചതിന് ശേഷം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്. നമ്മൾ അന്നേരം വല്ലാത്തൊരു സംഭവം തന്നെയാണ്. നമ്മൾ അന്ന് തന്നെ പറഞ്ഞാണ്, നേരത്തെ പാലക്കാട്ട് നിന്നാണ് ആളുകൾ വന്ന് ഈ പട്ടിയുടെ ശല്യം ഒഴിവാക്കുന്ന നിലയിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. അവരെ വിളിച്ചു വരുത്തണം, ഇത് ചെയ്യണമെന്നുള്ള നിലയിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ ആ ഒരു ഗൗരവം ഉണ്ടാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു ദാരുണ സംഭവം ഉണ്ടായി. 1.5 വയസ്സുള്ളൊരു കുട്ടിക്ക് 3-4 പട്ടികൾ ആക്രമിക്കുകയും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് തേടുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോയിരിക്കുകയാണ്.